മധ്യപൂർവ്വ ദേശത്തെ യുദ്ധങ്ങളെക്കുറിച്ച് ലിയോ 14 മാർപ്പാപ്പ പുരോഹിതന്മാരോട് പള്ളികളുടെ വാതിലുകൾ ഉടൻ തുറക്കാനും ആളുകളെ വിശുദ്ധ ജപമാല ചൊല്ലാനും എളിമയോടെ ദിവ്യകാരുണ്യത്തിനു മുന്നിൽ പ്രാർത്ഥിക്കാനും ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു. വിശ്വാസികളോട് അവരുടെ പള്ളികളിലേക്കോ അടുത്തുള്ള പള്ളിയിലേക്കോ പോയി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ലോകത്തിന് ഒരു മുന്നറിയിപ്പും മാർപ്പാപ്പ നൽകി. അദ്ദേഹം പറഞ്ഞു, മധ്യപൂർവ്വദേശത്തെയും ഇപ്പോൾ ഇറാനിലെയും ഉക്രൈനിലെയും ക്രിമിയയിലെയും യുദ്ധങ്ങൾ വളരെ ഗുരുതരമാവുകയും വ്യാപിക്കുകയും ചെയ്യും. അവയെ തടയാൻ ലോകത്തെ തന്റെ കരുണ കൊണ്ട് നിറയ്ക്കാനും ഭരണാധികാരികളെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കാനും നന്മയും തിന്മയും തിരിച്ചറിയാനും സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി ഒരുമിച്ചു പോരാടാനും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദിവ്യബലി ലളിതമായും സ്നേഹത്തോടെയും അർപ്പിക്കാൻ ലിയോ 14 മാർപ്പാപ്പ പുരോഹിതന്മാരോട് ആവശ്യപ്പെട്ടു. എല്ലാ ക്രിസ്ത്യാനികളോടുമുള്ള തന്റെ അഭ്യർത്ഥന ആവർത്തിച്ചു: പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഒന്നിക്കുക. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സമയത്തും എല്ലാം മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 3 തവണ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയും 3 തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലുക. പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുക. മാർപ്പാപ്പ എഴുതുകയും അത് പ്രചരിപ്പിക്കാൻ നമ്മുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകസമാധാനത്തിനു വേണ്ടി ഇന്നു മുതൽ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത്യന്തം പരിശുദ്ധമായ ത്രിത്വമേ, സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ അമൂല്യ രക്തമേ, സാത്താനെ നശിപ്പിക്കുകയും ലോകത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ ഇല്ലാതാക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയെ, സാത്താനെ ബന്ധിക്കുകയും ലോകത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ ഇല്ലാതാക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യണമേ. മറിയത്തിന്റെ അമനോദ്ഭവ ഹൃദയമേ, സാത്താനെ തകർക്കുകയും ലോകത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നവരുടെ ഗൂഢാലോചനകളെ ഇല്ലാതാക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈ പ്രാർത്ഥന ഒരു തവണ ചൊല്ലി മറ്റുള്ളവരുമായി പങ്കിടുക. ചുരുങ്ങിയ സമയം കൊണ്ട് അനേകർ ഇതാവർത്തിക്കും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നോർക്കുകയും വേണം. ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ.